ചിറ്റിലപ്പിള്ളി പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചന നടന്നു. ഡിസംബർ 21, 22, 23 ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായാണ് ലക്ഷാർച്ചന നടന്നത്. ലക്ഷാർച്ചന മൂന്നാം ദിവസമായ തിങ്കളാഴ്ച ഗണപതി ഹോമം, കലശപൂജ, വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചന, കലശം എഴുന്നള്ളിപ്പ്, കലശാഭിഷേകത്തോടെ തന്ത്രി പൂജ എന്നീ ചടങ്ങുകൾ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ കാപ്പിൽ മഠത്തിൽ നാരായണൻ എമ്പ്രാന്തിരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്ര ചൈതന്യവർദ്ധനവിനും ഭക്തർക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ലഭിക്കുന്ന വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചനയിൽ പങ്കെടുക്കുന്നതിന് നിരവധി ഭക്തജനങ്ങളാണ് പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നത്. ഡിസംബർ 22 ഞായറാഴ്ച അത്താഴപൂജയ്ക്ക് മുൻപ് അടാട്ട് ഉണ്ണിക്കുട്ടൻ്റെ നേതൃത്വത്തിൽ തായമ്പകയും ഉണ്ടായിരുന്നു. ഇവിടെ ഒരു കോവിലകം ഉണ്ടായിരുന്നു. അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു കോട്ടയുണ്ടായിരുന്നു. ഇപ്പോഴും കോട്ടയും കോട്ടപ്പറമ്പും കോട്ടക്കുളവും ഒക്കെ ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ ചരിത്രത്തിൽ വളരെയധികം സ്ഥാനം നേടിയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഈ ക്ഷേത്രം വളരെ പുരാതനമാണ്. ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഭൂസ്വത്തുക്കൾ ഈ അടുത്ത പ്രദേശത്തുള്ള മിക്ക ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ധാരാളം അനവധി വില്ലേജുകളിൽ വ്യാപിച്ച് കിടക്കുന്ന ഭൂസ്വത്തുക്കളുടെ ഉടമയാണ് ഇവിടുത്തെ ദേവൻ. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൽ ഇവിടെ പ്രാധാന്യം കൂടുതൽ ഉണ്ടാവാൻ കാരണം. ക്ഷേത്രം ഊരാളന്മാരായ ചിറയ്ക്കൽ നാരായണൻകുട്ടി, മഠത്തിൽ വിജയൻ മാസ്റ്റർ എന്നിവരും ക്ഷേത്രം പ്രസിഡന്റ് ചിറയ്ക്കൽ നന്ദകുമാർ, സെക്രട്ടറി വിനോദ് കറുകയിൽ, ട്രഷറർ രാമചന്ദ്രൻ മഠത്തിൽ, ലക്ഷാർച്ചന കൺവീനർ സുനിൽ കറുകയിൽ എന്നിവരും മറ്റ് കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി.